പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും ദേവബാലയെ ഒഴിവാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അഭിഷേക് ഇതേ തുടർന്ന് ദേവബാലയെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവബാലയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. മാത്രവുമല്ല, ഇതേ തുടർന്ന് വീട്ടിൽ സത്യങ്ങൾ പറയുന്നതിന് തയ്യാറാവുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതിന്റെ ഭാഗമായി അഭിഷേക്, എൻ്റെ കുഞ്ഞാണ് ഇഷയുടെ വയറ്റിൽ വളരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ദേവബാലയുമായുള്ള ബന്ധം മുന്നിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല. പക്ഷേ ഇത് കേൾക്കുന്ന എല്ലാവരും ഇത് നീ ദേവബാലയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് വിശ്വസിക്കാൻ തയ്യാറല്ല. ഞാൻ പറയുന്നത് നുണ അല്ല എന്നതാണ് സത്യം. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റേത് തന്നെയാണ്. അതിന് തെളിവുകളുണ്ട്. ഈ കാര്യം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇതോടെ ദേവബാല, നീ നുണ പറയുകയാണ്. കാരണം ഞാൻ ആ ഡോക്ടറെ കണ്ടതാണ്. ആ ഡോക്ടറാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞത്. അതെ, ഒരുപക്ഷെ അത് ശരി തന്നെ ആയിരിക്കാം. പക്ഷേ അവളുടെ കൂടെ രാഹുൽ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതോടെ ദേവബാല പകച്ചു പോകുന്നു. അതെ, അത് രാഹുലിന്റെ കുഞ്ഞ് അല്ലാത്തത് കൊണ്ടാണ് രാഹുൽ കൂടെ പോകാത്തത്. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റേതാണ്. ഇതോടെ ദേവരാജനാകെ പകച്ചു പോവുകയാണ്. ദേവരാജൻ, എടാ, നീ അപ്പോ ചതിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഞാൻ ചെയ്തത് ശരിയായ കാര്യം തന്നെയാണ്. ഞാൻ സ്നേഹിച്ച പെണ്ണാണ് അവൾ. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഞാൻ ഇഷയെയും കുഞ്ഞിനെയും ഏറ്റെടുക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദേവബാല എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഓ, അങ്ങനെ നീ എൻ്റെ മകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ തന്ത്രവുമായി വന്നിരിക്കുകയാണ് അല്ലടാ? ഇതൊന്നും നടക്കില്ലടാ എന്ന് ദേവരാജൻ തുറന്ന് പറയുന്നു. പക്ഷേ സത്യങ്ങൾ ഞാൻ തെളിയിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.